എടി ശാലിനി, നീ വളരെ മിടുക്കിയാ, ബുദ്ധിമതിയാ. പക്ഷെ ശത്രുപക്ഷത്ത് ഞാനായിപ്പോയി. അതുകൊണ്ട് നിന്റെ ബുദ്ധി മതി. ഇനി കളിക്കാൻ പോകുന്നത് എന്റെ അതിബുദ്ധിയാ. എന്റെ രാസായുധം തടുക്കാൻ ശേഷിയുണ്ടെങ്കിൽ തടുത്തോ. എവിടെ ഇവരെല്ലാരും? അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, നിന്റെ കുടുംബത്തിൽ ഒരൊറ്റെണ്ണം നിന്റെ ശരീരത്തിൽ തുടരുത്, എന്റെ ശരീരത്തിൽ തൊട്ടുപോരുത്. വിഷ്ണുവേട്ടാ, എനിക്ക് അറപ്പ് ഈ പുഴുത്തട്ടയെ കാണുമ്പോണ്ടാവുന്ന അറപ്പില്ലേ, അതുപോലെ തറപ്പാ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഓ, കുടിച്ചിട്ടുണ്ട്. എന്ത് നിന്നെയൊക്കെ മുന്നിൽ വന്നിട്ടേ നിന്റെ നാറിയ കുടുംബചരിത്രം പറയണമെങ്കിൽ ഏത് കുടിക്കാത്തവനും കുടിക്കും. വിഷ്ണുവേട്ടാ, കുടുംബശ്രീ ശാരദ 3 പെൺമക്കള്, അതിൽ ഒന്നേ രക്ഷപ്പെട്ടു പോയി. അയ്യോ ഭാഗ്യം. നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ പെടാതെ അവള് മാത്രമേ രക്ഷപ്പെട്ടു പോയി. ഓ ഓ ബാക്കി രണ്ടുണ്ടല്ലോ, ഒന്നിന് വെച്ചോ. കുഞ്ഞേച്ചി അതിന് ചേർന്നൊരു അനിയത്തി. എന്നിട്ട് അവർക്ക് വേണ്ടി മാത്രം അവരുടെ ഇഷ്ടത്തിന് തുള്ളറ അമ്മേ. വിഷ്ണുവേട്ടാ, നോണകൾ കൊണ്ട് ഇങ്ങനെ അമ്പാനാടുന്ന 3 വിചിത്ര ജീവികള് മറ്റുള്ളവരുടെ മനസ്സ് തകർക്കാൻ അടുത്തുകൂടി രക്തം കൂട്ടി കുടിക്കുന്ന രക്തരക്ഷസുകളാണ് നിങ്ങൾ പോകണ്ടു. ഒരു നേരുമില്ല, ഒരു നെറിയില്ല. ഈ സ്നേഹിക്കുന്നവരെ അറുത്ത് തിന്നുന്ന പിശാചികളാ നിങ്ങള്. ഓ എന്റെ ദൈവമേ, ഇത് വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? പൊള്ളുണ്ടോ? ശരിക്കും പൊള്ളുണ്ടോ? നിന്നെ പറയണായിട്ട് നല്ലതേ നിന്നെ ജനിപ്പിച്ച തന്തേ പറയണതാ, ഗോപാലകൃഷ്ണൻ. വിഷ്ണുവേട്ടാ, കുടുംബവും നോക്കാതെ മക്കളെ നിലയ്ക്ക് നിർത്താതെ മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും വന്നിട്ട് മക്കള് പറയണ മൊത്തം വേദവാക്കായി എടുത്തിട്ട് മൊത്തത്തിലേക്ക് വീഴും. വിഷ്ണുവേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അയാളുണ്ടല്ല, അയാൾ തരണ്ടി വാലോണ്ട് അടിക്കണ, അയാളെ തരണ്ടി വാലോണ്ട് നിന്റെ തന്താരെ. സമൂഹത്തിന് മുമ്പിൽ വലിയ മാന്യം ചമഞ്ഞ് കിടക്കണ അയാൾക്ക് ഒരൽപ്പെങ്കിലും വിവരം നിങ്ങൾ പെൺമക്കൾക്ക് ഓതി കൊടുത്തിരുന്നെങ്കിലേ എനിക്ക് ഈ ഗതി വരുവടി. നിന്റെ കുഞ്ഞേച്ചി എടീ, അവളെ തകർത്തത് എന്റെ ജീവിതമാ, എന്റെ സ്വപ്നങ്ങളാ. ആരാടി നിന്റെ കുഞ്ഞേച്ചിക്കവൻ? ഭർത്താവാകും. അയ്യോ വിഷ്ണുവേട്ടാ, ഞാൻ വെള്ളം ഞാൻ വല്ല പറഞ്ഞു. പിന്നെ അവള് പറഞ്ഞ നുണകള് എടി ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കേണ്ടത്? നീയൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വിഷ്ണുവേട്ടാ, തള്ളേണ്ടല്ലോ ശാരദാമ്മ, അവര് പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കും. വിഷ്ണുവേട്ടാ, അതൊക്കെയല്ലേ നീ പാടൂ കള്ളത്തരങ്ങള്. ഓ
എന്റെ അമ്മോ പെട്ടുപോയി പെട്ടതാ ഒരു കൂട്ടം കള്ളികള് എന്നിട്ടൊരു ഭൂലോക കള്ളരും താമസിക്കണ ഒരു കുടുംബശ്രീ ശാരദ അവിടെ അറിയാതെ പെട്ടുപോയി ഓ വിഷ്ണുവേട്ടാ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു ഒഴിഞ്ഞു പോവാ അതുമില്ല നാശങ്ങള് വിഷ്ണുവേട്ടാ എനി നാണമുണ്ട് ഈ നാണം വിഷ്ണുവേട്ടാ നീയൊക്കെ എന്തെന്റെ കുടുംബത്തിൽ വന്ന് കേറിയോ അപ്പൊ തുടങ്ങി എന്റെ കഷ്ടകാലം സ്വസ്ഥതയും പോയി മാനസികവും ശാരീരികമായിട്ട് തളർന്നു ചുറ്റും നുണകൾ കൊണ്ടുള്ള കോട്ട അതിന്റെ നടുവിൽ ഞാന് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് അടിക്കുക ഏതാ സത്യം ഏതാ നുണ ഒന്നും അറിയില്ല ഒരുപാട് സംശയം കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല ശാലിനി സത്യ അവിടെ അവളുടെ അച്ഛൻ അല്ലേ ഇവർക്കെല്ലാം പിന്നിലുള്ള യഥാർത്ഥ സത്യം എനിക്കറിയണം ഞാനും എന്റെ അമ്മയും ചോദിക്കുമ്പോഴൊക്കെ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയും ഒക്കെ ഒളിക്കുന്ന രഹസ്യം അതെനിക്കറിയണം അത് നിനക്കും അറിയാം നിന്റെ കുഞ്ഞേച്ചിക്കും അറിയാം പക്ഷെ നിങ്ങളൊന്നും പറയില്ല അല്ലേ എന്റെ മരണം കാണാതെ നിങ്ങളൊന്നും പറയൂല ഈ കുടുംബം ഉണ്ടല്ലോ ഈ കുടുംബം തകർന്ന് തരിപ്പണാവാതെ നീ ഒന്നും വാ തുറക്കൂല കാര്യം എന്താ പറയോ നീയൊക്കെ ഈ കുടുംബത്തിൽ വന്ന് കയറിയേക്കണതേ ഇത് തകർത്തിരുന്ന അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിട്ടാ അതെ ഒരേ ഒരു അപേക്ഷയുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയണത് ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരും ഒന്ന് കുഴഞ്ഞു വീണാ പോരെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആ കനലെറിയുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വന്ന് പറയാം നിങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ടൊരു കുടുംബം വെണ്ണീറാക്കാൻ വേണ്ടിട്ട് മനസ്സിൽ സൂര്യ കൂട്ടി വെച്ചിരിക്കുന്ന യഥാർത്ഥ സത്യം എന്താ ഒന്നും പറയണേ എന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടിക്കോട്ടെ വിഷ്ണുവേട്ടാ ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കുക അതുകൊണ്ട് വിഷ്ണുവേട്ടാ കാല് പിടിക്കുക ഒന്ന് പറയോ പറയില്ല നിന്റെയൊക്കെ ഹൃദയം ഉണ്ടല്ലോ അത് സാധാരണ മനുഷ്യരുടെ ഹൃദയമല്ല വിഷ്ണുവേട്ടാ ഈശ്വരൻ നിനക്കൊക്കെ വേണ്ടി വിഷ്ണുവേട്ടാ കരികല്ലോണ്ടുണ്ടാക്കിയ ഹൃദയ കരച്ചിൽ കണ്ടാലൊന്നും അത് അലിയില്ല സങ്കടം കണ്ടാലും അത് അലിയില്ല അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത വർഗങ്ങളാ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ തള്ളയും അല്ല വിഷ്ണുവേട്ടാ നമിച്ചു മോളെ നമിച്ചു ഇത് നമ്മളെ ഞാൻ പോവാ ഇനി ഞാൻ ഇനി എന്തിനാ ജീവിക്കണേ ജീവിക്കേണ്ട കാര്യം കള്ളികളാ അമ്മയും മക്കളും എല്ലാം കള്ളി വർഗങ്ങള് അമ്മയും തള്ളയും മക്കളും എല്ലാം കള്ളത്തരാ അത്രേ ഉള്ളൂ എല്ലാരും ചതി
ചതിച്ചു കൊല്ലും എല്ലാരും. എന്നെ കൊല്ലും. എന്നെ കൊല്ലും. ചതിച്ചു. മോളെ ഭക്ഷണം എടുത്ത് വെക്കട്ടെ. കുറച്ചുകൂടി നോക്കി തീരാനുണ്ടമ്മേ. അമ്മ സത്യം വിളിച്ചു കൊടുക്ക്. സമയത്തിന് കഴിക്കണ്ടേടി. കഴിച്ചിട്ടിരുന്ന് എഴുതാലോ. അമ്മേ, കഴിച്ച പിന്നെ ഇത് തീർക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുടെ ആശ്രയമായത്. നമ്മളായിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ട. അമ്മ സത്യം വിളിച്ചു കൊടുക്ക്. ഞാൻ അപ്പോഴേക്കും വന്നോളാം. ശരി. ആ, ഇവിടെ എഴുത്താണല്ലോ. അമ്മ എന്തായാലും എഴുത്ത് കഴിഞ്ഞിട്ടേ കഴിക്കൂ. ഇനി മോളുടെ അവസ്ഥ എന്താണാവോ. സത്യക്കുട്ടി, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വാ, വന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അമ്മയ്ക്കിപ്പോ വേണ്ട, മോൾക്കും ഇപ്പൊ വേണ്ടേ? ശരി, പിന്നെ എപ്പോ കഴിക്കും? എനിക്കിനി ചോറേ വേണ്ട. അത് ശരി, പിന്നെ എന്തോ കഴിക്കാൻ പോന്നേ? പട്ടിണി കിടക്കാൻ പോവാ. ഞാൻ പട്ടിണി കിടന്ന് ആർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ, പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതെന്താന്ന് ഈ ചോദിക്കുന്നേ? ഇനി ഞാൻ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ. ഓ, എന്നാ പിന്നെ നിരാഹാരം കിടന്നത് തന്നെ. സത്യമോളെ, കളിക്കാതെ വന്ന് ചോറുണ്ടേ. വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ കഴിക്കില്ല. ദേ, വാശി കാണിക്കാതെ വന്ന് കഴിച്ചേ. എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ അച്ഛൻ വന്ന് ചോറ് വാരി തരാതെ ഞാൻ കഴിക്കില്ല. മോളെ, ഇത് വാശി കാണിക്കല്ലേ. ഇത് കേട്ടോണ്ട് അമ്മ ഇപ്പൊ വരുവേ. എനിക്കൊന്നും വേണ്ട. ശാരദമ്മയുടെ പൊന്നു മോളല്ലേ, വാ, ഒരു ശക്കലം കഴിച്ചാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യേ, എന്താ നീ കാണിച്ചേ? എന്താ നീ കാണിച്ചെന്നാ ചോദിച്ചേ? എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അതിന് പഠിക്കുന്ന സാധനങ്ങളാണോ എടുത്ത് വലിച്ചെറിയുന്നേ? എന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും എറിയും. ഇനി നീ എറിയോ? എറിയോന്ന്? നിഷേധത്തരം കാണിക്കുന്നു. ഇന്ന് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യോന്ന്? കൊച്ചിനെ തല്ലണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവളെന്തായി കാണിച്ചത്? ഇവളെയൊക്കെ ഇങ്ങനെ തല്ലാതെ വളർത്തിയോണ്ടാ ഇത്രയും വഷളായത്. ഇപ്പൊ വന്ന് അനുസരണം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പോട്ടടി, കുഞ്ഞല്ലേ ഇത്. കുഞ്ഞെന്നും പറഞ്ഞു കൊഞ്ചിച്ച ഇവൾ ഇത്രയും വഷളായത്. ഇപ്പത്തെ ഒരു വക പറഞ്ഞ കേക്കില്ല. പറയുന്നത് മുഴുവൻ തർക്കുത്തരവും. എനിക്ക് ഒന്നും വേണ്ട. അച്ഛൻ വന്നാലേ ഞാൻ കഴിക്കൂ. നിന്റെ അച്ഛൻ വരില്ല. നീ ഇനി എത്ര കാത്തിരുന്നാലും വരില്ല. ഇനിയിപ്പോ വരാൻ പോയാലുവേ ഞാൻ വരാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. അമ്മ വിട്. അത്രയും വാശി പാടില്ലല്ലോ. വിട്. അമ്മേ, വേണ്ട. അമ്മ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. നിനക്കെന്താടി പ്രാന്തോ? പാടിയുടെ അമ്മേ, പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല.
ഇവളെ ഒന്ന് കളിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇടി നിനക്കെന്താ ഭ്രാന്തായോ? ആ, അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് ഭ്രാന്തിയാക്കി. എന്റെ ശാലിനി നീ ഒന്ന് അടങ്ങ്. ഇടി കുഞ്ഞിനെ ഞാൻ ചോറ് കഴിപ്പിച്ചോളാം. നീ നിനക്കെന്താ എഴുതാനില്ലേ? പോയി എഴുതു പോ. സത്യയുടെ കാര്യം നീ നോക്കണ്ട, ഞാൻ കഴിപ്പിച്ചോളാം. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? പോകാൻ. മോളെ നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിനക്ക് തല്ല് കിട്ടിയപ്പോ മതിയായല്ലോ. ഞാൻ പറഞ്ഞപ്പോ ചോറ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ല സമ്മതിക്കുമായിരുന്നോ? ഞാൻ പിണക്കുക. ശാരദാമ്മയോടും പിണക്കുക, എന്റെ അമ്മയോടും പിണക്കുക. അതിന് ഞാൻ എനിക്കെന്റെ അച്ഛനെ മാത്രം ഇഷ്ടം, എന്റെ അച്ഛനെ മാത്രം. മോളെ മോളെ സത്യം ഈശ്വര, എങ്ങനെയൊക്കെ ദൈവം ഇതൊന്ന് അവസാനിപ്പിക്കുക. എന്താടി ഇതൊക്കെ? ഞാൻ കാരണം എത്ര പേരുടെ ജീവിതമാണ് തകർന്നത്. വിഷ്ണുവേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കുഞ്ഞേച്ചി ഞാനും ഒക്കെ വിഷ്ണുവേട്ടനോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്തത് ദ്രോഹം തന്നെയാ. പൊറുക്കാനാവാത്ത ദ്രോഹം. ഞങ്ങളുടെ നിലനിൽപ്പിന് അവരെ ബലിയാടാക്കുമായിരുന്നു. ഇനിയും സത്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. അറിയണം, അറിയേണ്ടവരൊക്കെ അറിയണം. ഞാനും എന്റെ കുഞ്ഞേച്ചിയും അമ്മയൊക്കെ കളികളാണെന്ന് ഇനി ആരും പറയാൻ പാടില്ല. എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി ഈ സത്യങ്ങൾ ഒളിപ്പിക്കുന്നത്. എന്റെ ജീവിതം അത് മാത്രമാ കുഞ്ഞേച്ചി നോക്കുന്നത്. ഒപ്പം ജീവിതം ഇല്ലാതാകുന്ന വിഷ്ണുവേട്ടനെ കുറിച്ചോ കുഞ്ഞേച്ചിയെ കുറിച്ചോ കുഞ്ഞേച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഇനി അത് പറ്റില്ല. ഈ ശാപവാക്കുകളും പേര് ഇനി എനിക്ക് മുന്നോട്ട് പോവാനാവില്ല. അറിയണം, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. എന്റെ ജീവിതം ഓർത്തല്ലേ കുഞ്ഞേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്ന? എനിക്കിനി ഈ ജീവിതം വേണ്ട. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്.